വയസ്സ് തിരുത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തെന്ന പരാതിയിൽ CPM സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മലപ്പുറം പുളിക്കൽ പഞ്ചായത്ത് 16-ാം വാർഡ് LDF സ്ഥാനാർത്ഥി KO നൌഫൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. പറമ്പ് 16-ാം വാർഡിലെ ഭാഗം 2-ലെ ഒരു വോട്ടറായ ഒരു CPM പ്രാദേശിക നേതാവിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൻ്റെ ഒരു മകൾ വോട്ടർ പട്ടികയിൽ 17 വയസ്സായ കുട്ടിക്ക് വോട്ടർ പട്ടികയിൽ വ്യാജമായി രേഖകൾ നൽകി വോട്ടർ പട്ടിക തിരുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് ഞാനിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത്. ആ കുട്ടിക്ക് നിലവിൽ 1-1 മാനദണ്ഡമനുസരിച്ച് തെരഞ്ഞെടുപ്പ് മാനദണ്ഡമനുസരിച്ച് 1-1-2007 കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ഒരിക്കലും ആ കുട്ടിക്ക് ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയില്ല. എന്നാൽ വ്യാജരേഖ ചമഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുള്ളത്. മലപ്പുറത്ത് ജംഷീർ കുടിഞ്ഞിയുടെ വിവരങ്ങൾ നൽകാൻ. ജംഷീർ, ഈ ഒരു കുട്ടിയുടെ വോട്ട് മാത്രമാണോ ഇങ്ങനെ വ്യാജമായി ചേർത്തിരിക്കുന്നത്? അതല്ലാതെ കൂടുതൽ പരാതികളുണ്ടോ ഈ ഭാഗത്ത്? നൌഫൽ, നിലവിൽ ഇപ്പോൾ പരാതിയായി വന്നിരിക്കുന്നത് ഈ കേസ് മാത്രമാണ്. പക്ഷേ ഈ പുളിക്കലിലെ UDF പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും ഉൾപ്പെടെ ആരോപിക്കുന്നത് പ്രദേശത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ CPMന് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരടക്കം സ്വാധീനിച്ചുകൊണ്ട് വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ടാകാമെന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ UDFും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. പുളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ ഈ കേസിൽ UDF പ്രവർത്തകരും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 19/2/2007 എന്ന ജനനത്തീയതി 19/2/2006 ആക്കി തിരുത്തി എന്നുള്ളതാണ്. വ്യാജ രേഖ ഉണ്ടാക്കുകയും അത് തിരുത്തുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അത് ഈ തിരുത്തിയ വ്യക്തിയും അതോടൊപ്പം തന്നെ അവരുടെ പിതാവ്, ഒപ്പം ഈ വാർഡിൽ, അതായത് പുളിക്കൽ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ CPMന്റെ സ്ഥാനാർത്ഥി KO നൌഫൽ എന്നിവരെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ടും ആദ്യം 1-ാം പ്രതി ഈ ചേർക്കപ്പെട്ട ആൾ, അവരുടെ പിതാവിനെ 2-ാം പ്രതി, അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയായ നൌഫലിനെ 3-ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈയുടെ പിതാവ് പ്രദേശത്ത് പ്രാദേശിക CPM നേതാവാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിലാണ് ഇത്തരത്തിൽ അത് വ്യാജമായി ചേർത്തതാണെന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും UDF നേതാക്കന്മാരുടെയും പരാതിയെ തുടർന്ന് ഇപ്പോൾ ഇതിനകത്ത് കേസെടുത്തിരിക്കുന്നത്. നൌഫൽ.